ഈശോ സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും ഒന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും നോമ്പ് കലച്ചിന്തകളിലേക്ക് കടക്കാം. ഇന്ന് വിശുദ്ധ മത്തായി സുവിശേഷത്തിലെ 4-ാം അധ്യായത്തിലെ 8 മുതൽ 10 ഉള്ള തിരുവചനങ്ങൾ. വീണ്ടും പിശാച് വളരെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൊണ്ടുപോയി. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വം അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും. യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക, എന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ഇതിൻ്റെ ഉപവാസ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അനുഭവങ്ങളും വ്യക്തമായിട്ട് സുവിശേഷകൻ നമുക്ക് വരച്ച് കാണിച്ചിരിക്കുകയാണ്. പ്രലോഭകൻ ഇവിടെ മുഖംമൂടി മാറ്റി തൻ്റെ തനി നിറം പ്രകടമാക്കുന്നു. ലോകം മുഴുവൻ്റെയും അധികാരിയാണ് ഞാൻ, തനിക്കിനിഷ്ടമുള്ളവർക്ക് ഞാൻ അധികാരം നൽകും. ഒന്നേ ചെയ്യേണ്ടതുള്ളൂ, തനിക്ക് സ്വയം അടിയറ വയ്ക്കണം. ഇന്നത്തെ കാലത്ത് നടക്കുന്ന കാര്യങ്ങളാണത്. അടിയറ വയ്ക്കണം, കുമ്പിട്ട് ആരാധിക്കണം. അധികാരത്തെ സംബന്ധിച്ച യേശുവിൻ്റെ കാഴ്ചപ്പാടിന് ഘടകവിരുദ്ധമാണ് ഈ നിലപാട്. മറ്റുള്ളവരുടെ ആധിപത്യം സ്ഥാപിക്കുന്ന അധികാര ശൈലി ക്രിസ്ത്യൻ്റേതല്ല. നിങ്ങൾ അങ്ങനെ ആയിരിക്കരുത്. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം. അതുകൊണ്ട് ദൈവം തന്നെ ദാസന്റെ രൂപത്തിലാണ് നമ്മുടെ ഇടപെട്ടിട്ടുള്ളത്. പ്രലോഭകൻ മുന്നോട്ട് വയ്ക്കുന്നത് പൈശാചിക അധികാരത്തിലുള്ള പങ്കുചേരലാണ്. അത് പരസ്യമായും വ്യക്തമായും ദൈവത്തെ തള്ളിപ്പറയലാണ്. ഭൗതിക അധികാരത്തിനും അതിൽ നിന്ന് ലഭിക്കുന്ന സൗകര്യങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കും വേണ്ടി ദൈവത്തെയും അവിടുത്തെ നിയമത്തെയും തിരസ്കരിച്ച് പൈശാചിക ശക്തികൾക്ക് സ്വയം അടിയറ വയ്ക്കലാണ്. പ്രിയമുള്ളവരെ, അധികാരത്തെക്കുറിച്ചുള്ള ഈ കാഴ്ചപ്പാട് ഇന്നും പ്രസക്തമാണ്. ദൈവം ആരെയും അടിമയാക്കിയെന്നില്ല. ഓരോ മനുഷ്യ വ്യക്തിയും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. അവൻ ആരുടെയും അടിമ ആകരുത്. ആരും ആരെയും അടിമയാക്കുകയും ചെയ്യരുത്. ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. ദൈവാരാധന അടിമത്തിൻ്റെതല്ല, ദൈവമക്കളുടെ മഹത്വത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും അടയാളമാണ്. നമുക്ക് പള്ളി പോയാലോ അല്ലെങ്കിൽ ആരാധിച്ചാലോ പുച്ഛ മനോഭാവത്തോടെ ചിലർ നോക്കുന്ന കാണാം. അത് ദൈവമക്കളുടെ അധികാരമാണ്, ദൈവമക്കളുടെ സ്വാതന്ത്ര്യമാണ്. ആ ഒരു തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. ഇന്ന് സകല മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന അധികാരത്തിന് വേണ്ടിയുള്ള പൈശാചിക പ്രലോഭനങ്ങളുമായി നമ്മൾ തിരിച്ചറിയണം. എവിടെയും, കുടുംബങ്ങളിലാവട്ടെ, സമൂഹത്തിലാവട്ടെ, രാഷ്ട്രീയത്തിലാവട്ടെ, എല്ലാ മേഖലകളിലും അധികാരത്തിന് വേണ്ടിയുള്ള ത്വരയാണ്. രാഷ്ട്രീയ, സാമൂഹിക, മതാത്മക മേഖലകളിൽ എല്ലാം പ്രസക്തമാണ് ഈ പ്രലോഭനം. ഈ പ്രലോഭനമില്ലാത്ത ഒരു മേഖലയും ഇന്നില്ല. എന്ത് വില കൊടുത്തും വഞ്ചനയും വ്യാജവും വഴി അധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമം പൈശാചികമായി തിരിച്ചറിഞ്ഞ് തിരസ്കരിക്കണം. അധികാരം ആധിപത്യത്തിന് വേണ്ടിയുള്ള അവകാശമല്ല, സേവനത്തിന് വേണ്ടിയുള്ള കടമയാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ അങ്ങനെ ആകരുത് എന്ന താക്കീത് പ്രത്യേകം ശ്രദ്ധിക്കണം. പൊതുസമൂഹത്തിലും മതമേഖലയിലും നിലനിൽക്കുന്ന ശ്രീണീബദ്ധമായ അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള അധികാര സംവിധാനവും ഇവിടെ പ്രതികൂട്ടിലാകുന്നു. നമുക്കറിയാം, അധികാര ശ്രേണിയിൽ ഉയരുന്തോറും ആധിപത്യവും അഹംഭാവവും ധാർഷ്ട്യവും വർദ്ധിക്കുന്ന മനോഭാവം പൈശാചികമാണ്. നമുക്കറിയാം, ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. അതിനൊന്നും പറയാൻ പോയാൽ അത് പ്രശ്നങ്ങളായി മാറും. അതുകൊണ്ട് നമുക്കറിയാം, ആധിപത്യം അല്ലെങ്കിൽ അഹംഭാവം, അഹങ്കാരം, ഏറ്റവും വലിയ കർത്താവ് എന്താ പറയണേ? ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനാവണം. ജീവിതശൈലിയിലും പെരുമാറ്റത്തിലും ബന്ധങ്ങളിലും എല്ലാം ഈ മനോഭാവം പ്രകടമാകണം. ഇല്ലെങ്കിൽ പൈശാചിക അധികാരമായിരിക്കും കയ്യാളെന്ന് മറക്കാതിരിക്കുക. നിന്റെ ദൈവത്തെ
ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ, അങ്ങനെ മാത്രമേ പൂജിക്കാവൂ. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടത് അധികാരമല്ല, മറിച്ച് ദൈവത്തെ ആരാധിക്കാനുള്ള ത്വരയാണ് വേണ്ടത്. അധികാരത്തിന് വേണ്ടിയുള്ള ത്വരയല്ല എന്നുള്ള ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് അതിനുവേണ്ടി വിട്ടുകൊടുക്കും. കർത്താവേ, ഞങ്ങൾ പൂർണ്ണമായിട്ട് ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങേ മാത്രമേ ആരാധിക്കാവൂ. ഞങ്ങൾക്ക് ഭൗതിക അധികാരത്തിന് അതീതമാണ് അങ്ങയോടുള്ള ആരാധന മനോഭാവം, ആധിപത്യം. ദൈവമേ, ഞങ്ങളുടേതല്ല. ഈ ജീവിതം നിന്ന് ദാനമാണ്, അങ്ങ് ദാനമാണ് ഈ ജീവിതം എന്ന് തിരിച്ചറിയാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ.